എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു ദുഃഖത്തിന്റെ ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ ഫുഡ് കൊടുക്കാൻ വന്നേട്ടോ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ റൂമിലേക്ക്. അപ്പോൾ നമ്മുടെ മീട്ടു ഇതാ ഇവിടെ മരിച്ചു കിടക്കുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. വീരൻ വന്നിട്ട് അവളുടെ അരിയത്തൊക്കെ വന്നിരുന്ന് അവന് ഭയങ്കര വിഷമായിട്ടുണ്ട്. മരിച്ചവർ മരിച്ചുപോയി, ഇനി അവൾക്കൊന്നും അറിയില്ല. പക്ഷെ വീരന് ഭയങ്കര വിഷമായിട്ട് അവളുടെ അരിയിൽ തന്നെ വന്നിട്ട് അവളെ തൊട്ട് നോക്കുന്നുണ്ട്. കാലുമ്മലും തൂവലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. അവൾക്കൊരു ഇളക്കില്ല എന്നുള്ളത് അവനറിയില്ലല്ലോ. അവൻ വന്ന് നോക്കുന്നുണ്ട്. വളരെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അവരുടെ വിഷമം ഇപ്പോൾ അവർക്ക് പ്രകടിപ്പിക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. എന്താ അവൾക്ക് പറ്റിയെന്ന് എനിക്കും അറിയണില്ല. എനിക്കും വിഷമമായിട്ടുണ്ട്. കാരണം ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ വിരിഞ്ഞുണ്ടായ കുട്ടികളാണ് ഇവർ രണ്ടാളും. മീട്ടും വീരനും ഇവിടെ ഒന്ന് ചക്കിക്കും ഒന്ന് നീലിക്കും ഉണ്ടായ കുട്ടികളാണ്. ഒരേ കിളികളെ നമ്മൾ ജോഡിയാക്കാറില്ല. അവർ രണ്ട് പേരിൽ നിന്നുണ്ടായ ഓരോ കുട്ടികളെടുത്ത് നമ്മൾ ജോഡിയാക്കി വളർത്തിയെടുത്തതാണ് ഇവരിനെ. എഗ്ഗ് ചെയ്തു അവൾ 2 എഗ്ഗ് ചെയ്തു അവൾ. ബ്രീഡിംഗ് ബോക്സ് ഞാൻ വെച്ചെടുത്തിട്ടൊരു ഒരു മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 എഗ്ഗ് ചെയ്തിട്ടുണ്ട് അവൾ. ഞാൻ എഗ്ഗ് ചെയ്തതൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട്. 3 കൂട്ടിലും ഇപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നീലനും ഇത് നമ്മുടെ കുഞ്ഞനും നീലിയാണ്. അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നോക്കുമ്പോൾ 4 എഗ്ഗായിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചക്കിയും ചങ്കരനും ഉണ്ട്, അവരും എഗ്ഗ് ചെയ്ത് 3 എണ്ണമായിട്ടുണ്ട്. എഗ്ഗ് ചെയ്ത് സാധാരണ ഇവർ പുറത്തേക്ക് അങ്ങനെ അധികം വരാറില്ല. അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇവരിനെ. എപ്പോഴും പെൺകിളി എപ്പോഴും കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. എന്നാലും ഇവൾക്കൊരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ കരുതി അത് എഗ്ഗ് ചെയ്തതിൻ്റെ അന്ന് കരുതി. പിന്നെ ഇവർ ആദ്യമായിട്ട് എഗ്ഗ് ചെയ്താണല്ലോ, അപ്പോൾ അതിൻ്റെ ആണെന്ന് കരുതിയത്. അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും ഞാൻ വിറ്റാമിൻ, ആ ക്ഷീണം കണ്ടപ്പോൾ അവർക്ക് വിറ്റാമിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കണ്ടില്ലേ, ആ ബോട്ടിൽ വിറ്റാമിനാണ്. A to Z മൾട്ടി മിനറൽ മൾട്ടി വിറ്റാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിറ്റാമിൻ ഉണ്ട്. അതാണ് കൊടുത്തിട്ടുള്ളത്. അത് 3 ആൾക്കും അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അത് കൊടുക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു മഞ്ഞ കളർ കണ്ടില്ലേ വെള്ളത്തിന്, അത് വെള്ളമല്ല, അത് വിറ്റാമിൻ കലക്കിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ എഗ്ഗ് ചെയ്യുമ്പോൾ അവർക്ക് ടയേർഡാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണത്. എന്താ ഉണ്ടായെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഒരു കിളി എൻ്റെക്കുന്ന്. ഇപ്പം 4 വർഷമായി ഞാൻ കിളികളെ വളർത്തി തുടങ്ങിയിട്ട്. ഒരു കിളി ചാവുന്നത് ആദ്യമായിട്ടാണ്. അതും എഗ്ഗ് ചെയ്തതിന് ശേഷം അവൾ മരിച്ചു പോയപ്പോൾ വല്ലാത്തൊരു വിഷമം. അവൻ കാണിക്കുന്നത് കണ്ടില്ലേ, അവളുടെ മുഖത്തും വായയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യുക. ഒരു 1.5 കൊല്ലമായിട്ടപ്പോൾ ഇവർക്ക് 1.5 കൊല്ലമായിട്ട് അവർ ഒരുമിച്ചായിരുന്നു. അവർ പെയറായിട്ട് ഭയങ്കര കളിയായിരുന്നു ഇവരുടെ കാണാൻ. ഞാൻ കുറേ വീഡിയോകൾ ഇവർ ഇട്ടിട്ടുണ്ട്. ആ ഊഞ്ഞാലിൽ കയറി കളിക്കുന്നതും, ആ പാത്രത്തിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും, അതുപോലെ ഈ ചങ്ങലയിലൊക്കെ കയറി ഊഞ്ഞാലാടുന്നതും എല്ലാം ഭയങ്കര കുസൃതികളായിരുന്നു ഇവർ. കുട്ടികളായതുകൊണ്ട് ഭയങ്കര കുസൃതികളായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്കും വിഷമമായി. കാരണം നമ്മുടെ വീട്ടിൽ മുട്ട വെച്ച് വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയണില്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു 9 മണി നേരത്ത് വന്നപ്പോൾ ഇവർ രണ്ടാളും ഇരിക്കുന്നുണ്ട്, പുറത്തിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ ഓർത്തു, എന്താ ഇവൾ എഗ്ഗ് ചെയ്തിട്ട് ഇവളെന്താ പുറത്ത് വന്നിരിക്കണമെന്ന് ഞാൻ ഓർത്തതായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമുള്ളത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. കാരണം എഗ്ഗ് ചെയ്തത് കൊണ്ട് എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവാറുണ്ട് എഗ്ഗ് ചെയ്യുന്ന സമയത്ത്. അതാന്ന് കരുതി. എന്തായാലും വല്ലാത്തൊരു സാഡായി അത് രാവിലെ തന്നെ. ഞാൻ അവളുടെ എഗ്ഗ് എടുത്ത് മാറ്റി മറ്റേ കൂടുകളിലേക്ക് വെച്ചെടുത്തത്. ബ്രീഡിംഗ് ബോക്സ് തുറന്നിട്ട് ഞാൻ എഗ്ഗ് എടുത്ത് മാറ്റിയിട്ടാ. ഇതാണ് ബ്രീഡിംഗ് ബോക്സ് ആയിരുന്നത്. എഗ്ഗ് എടുത്ത് മാറ്റിയിട്ട് മറ്റേ കൂട്ടിലേക്ക് വെച്ചെടുത്തു. അവൻ അവളുടെ രീതിയിൽ നിന്ന് പോകുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അവന് നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാ നോർമലായി ആവാൻ കുറച്ച് സമയം എടുക്കും. വായയിലൊക്കെ അവൻ എന്താ പറയുക, നമ്മൾ CPR കൊടുക്കണ പോലെയൊക്കെ വായയിലൊക്കെ ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട് അവൻ വന്നിട്ട്. അവനും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ഞാൻ കൂട്ടിൽ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ റൂമിൽ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും മുകളിലിരുന്ന് എന്താണ് പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല അവൾക്ക്. എന്താ അവൻ വന്ന് നോക്കുന്നുണ്ട്.
എന്തായാലും ഞാൻ അവളെ എടുത്ത് മാറ്റിയാണ്. ഇനി അധികം സമയം ഞാൻ കൂട്ടിൽ വെക്കുന്നില്ല, അവന് വിഷമം കൂടണ്ട. ഞാൻ അവരുടെ കൂട്ടിൽ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ കൊടുക്കുന്ന ഭക്ഷണം വെച്ച് കൊടുത്തു. പേരയ്ക്ക് ഗോതമ്പും ഇതൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവൻ അവിടേക്കൊന്നും വരുന്നേ ഇല്ല, പാത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല. സാധാരണ ഭക്ഷണം വെച്ച് കൊടുത്താൽ അപ്പോൾ തന്നെ അവർ വന്ന് ഭക്ഷണം കഴിക്കേണ്ട രണ്ടാളും. അപ്പോൾ അവൻ അവളുടെ രീതിയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. എന്തായാലും ഞാൻ അധികം സമയം ഇവളെ കൂട്ടിലിടുന്നില്ല. ഇനിയിപ്പോൾ അവന് വിഷമാവണ്ട. ഞാൻ അപ്പോൾ അവളെ എടുത്തിട്ട് എന്തായാലും മാറ്റാൻ പോവുക കൂട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ അവൻ ഒറ്റയ്ക്കായി, അവനിനി ഒരു പയറിനെ ഉണ്ടാക്കണം. ഒറ്റയ്ക്കായില്ലേ ഇപ്പോൾ അവൻ. പുതിയൊരു പയറിനെ ആക്കണമെങ്കിൽ ഇനി സമയം എടുക്കും. ഇപ്പോൾ അവൻ കഴിക്കാൻ പോയിട്ടുണ്ട്. എന്നാലും അവന് വിഷമമുണ്ട്. കണ്ടോ, ഓരോ ഇത് കഴിയുമ്പോഴും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ മീട്ടുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവൻ. നല്ല നല്ല കിളിയായിരുന്നു അവൾ കേട്ടോ. കണ്ട, അവൾക്ക് എന്ത് റെഡിഷായിരുന്നു നോക്കിയാൽ. അവളുടെ വയറിലൊക്കെ നല്ല റെഡിഷും പിന്നെ മഞ്ഞ കളറുണ്ടായിരുന്നു ചിറകുമ്മ. അപ്പുറത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലൂ കളറും, ചിറകിൻ്റെ ബാക്കിൽ ബ്ലൂ കളറും വാല് റെഡ് കളറൊക്കെ ആയിരുന്നു, പിങ്ക് കളറൊക്കെ ആയിരുന്നു. എന്താ ചെയ്യുക. അപ്പോൾ അവളുടെ 2 എഗ്ഗ് ഉണ്ട്. അത് ഞാൻ എടുത്തിട്ട് ഒരു എഗ്ഗ് നമ്മുടെ നീലിയുടെ ബോക്സിലും ഒരു എഗ്ഗ് ചക്കിയുടെ ബോക്സിലും വെക്കാമെന്ന് കരുതി. ഇതിനും ഭയങ്കര വിഷമത്തിലാണ്. അവൻ പുറത്തേക്കൊന്നും പോകുന്നില്ല. അവനെ ഞാൻ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കൂടിൻ്റെ പുറത്ത് തന്നെ വന്നിരിക്കുക, ഒരിത്തിരിക്കും പോകുന്നില്ല. അവൻ അങ്ങോട്ട് ചെരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് മീട്ടു എവിടെയെന്ന്, പക്ഷെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവന് വിഷമമുണ്ട്. ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ അവർ ജനിച്ച അന്ന് മുതൽ ഏകദേശം അവർ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ അവർ പിരിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവളെ കാണുന്നില്ലല്ലോ. അവളെ ഞാൻ കൊണ്ടുപോയി അടക്കം ചെയ്തു. അപ്പോൾ അവളെ കാണുന്നില്ല. അതുകൊണ്ട് അവൻ ഭയങ്കര വിഷമത്തിലാണ്. എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ മനുഷ്യരുടെ കാര്യമില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വിഷമമുണ്ട്. അവൻ മറിച്ചും തിരിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അവൾ ചെന്നിരിക്കുന്ന ഈ കർട്ടൻ്റെ മുകളിലും ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് അവൻ. അതുപോലെ അവിടെ കാർഡ്ബോർഡിൻ്റെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അവൻ പോയി നോക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർ ചെന്നിരിക്കാറുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്നും അവന് കാണുന്നില്ല. എന്നിട്ട് അവൻ വന്നിട്ട് ഈ കൂടിൻ്റെ പുറത്ത് തന്നെ വന്നിരുന്നു. വളരെ വിഷമിച്ചിട്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു മിനിറ്റ് അവൻ വെറുതെ ഇരിക്കില്ല. എപ്പോൾ നോക്കിയാലും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയിട്ട് നടക്കുന്നതാണ് അവൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അവൾക്ക് എന്താ പറ്റിയെന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു 9 മണിക്ക് വന്നിട്ട് അവളെ കണ്ടതാണ്. അവർ രണ്ടാളും ഇവിടെ ഇതും ഇരുന്നായിരുന്നു, ഈ വടിയും ഇരുന്നായിരുന്നു. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് അവളവിടെ ചത്ത് കിടക്കുന്നത്. ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് ഞാൻ അതൊന്നും കഴിക്കുന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. പേരയ്ക്കയുടെ കൂരിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് പേരയ്ക്കയുടെ കൂരി. അതിപ്പോൾ ഞാൻ എൻ്റെ വായിൽ വെച്ച് കൊടുത്തു, എന്നിട്ടും അങ്ങനെ കഴിക്കുന്നില്ല. എന്നാ എന്നാ വീടിനെന്നാ എന്നാ എന്നാ ഇപ്പോൾ മേടിച്ചു കേട്ടോ. ഇപ്പം എൻ്റെയൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട്, ഒരു കുരി മേടിച്ചു. എന്നാ നീലിക്ക് വേണം. നീലി കുഞ്ഞിനും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് കൂടെ കിട്ടുന്ന എന്നാ ഒരാൾ മേടിക്കും, തല്ലൂടല്ലേ. നീലി മേടിച്ചു കേട്ടോ. കുഞ്ഞിനെന്നാ മീട്ടുവിന് വേണോ? മീട്ടുവോ? അല്ല മീട്ടു അല്ല, വീരനാണ്. മീട്ടു പോയത് പേര് തെറ്റ. എന്നാ മീട്ടുവിനെന്നാ എന്നാ
എന്നാ കുഞ്ഞിനെന്നാ മറ്റവർ പുറത്ത് വന്നിട്ടില്ല. ചക്കിയും ശങ്കരനും ബ്രീഡിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവർ പുറത്തേക്ക് വന്നിട്ടില്ല. നീലിയും ബ്രീഡിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ പോയി. അവൾ പുറത്തുണ്ടായിരുന്നു. അവളിപ്പോൾ ബ്രീഡിംഗ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൽ മുട്ടയുള്ളതല്ലേ. എന്നാ മോളിട്ടേക്ക് എന്നാ മോനെന്നാ എന്നാ കുഞ്ഞിന് വേണോ? കുഞ്ഞിന് വേണോ? എന്നാ എന്നാ കുഞ്ഞൻ കൂടിൻ്റെ ഉള്ളിലാട്ടോ. ഇപ്പോൾ വീരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരെണ്ണം കൊടുക്കാവന്. എന്നാ കഴിഞ്ഞോ? വീരൻ്റെ കഴിഞ്ഞോ? അവൻ കഴിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ ഇവിടെയൊക്കെയാണ് കേട്ടാ. വീട്ട് എവിടെയെന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവൾ മുട്ടയിട്ടതായിരുന്നു. എന്നിട്ടത് വിരിക്കാനുള്ളൊരു യോഗം അവൾക്ക് ഉണ്ടായില്ല. അപ്പോൾ വ്യസനത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.